ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ച് തകർത്തിരിക്കുകയാണെന്നറിയാം. പക്ഷേ നമ്മളുടെ വീക്ക്ലി റൊട്ടീൻ അങ്ങനെ തുടങ്ങുകയാണ്. വീക്ക്ലി അനാലിസിസ് വരികയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗോൾഡ് ഓൾറെഡി ബുള്ളിഷാണ്, നല്ല ബുള്ളിഷാണ്. ഓരോ മാസവും ഗോൾഡ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്താണ് പ്രൈസ് മൂവ് ചെയ്യണേ. നമ്മൾ ഈ മാസം മുതലൊക്കെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ 3 മാസമായിട്ട് കണ്ടിന്യൂസ് ഇവിടെയും കാണാം ഒരു ഓൾ ടൈം ഹൈ. അപ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷായിരുന്നു. ലാസ്റ്റ് എൻട്രി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതായത് ഇതൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരു 560 ബ്രേക്ക് ചെയ്താൽ 80 ആ ഒരു പൊസിഷനിലേക്ക് പ്രൈസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേറെ ടെക്നിക്കൽ പരമായിട്ട് വേറെ പൊസിഷൻസും ഇല്ല. നമുക്ക് ഈ ബാങ്കുകളുടെ ഓർഡേഴ്സൊക്കെ മെയിനായിട്ട് അവരുടെ പ്രോഫിറ്റും ഓർഡേഴ്സൊക്കെ പ്രൈസ് ആകുന്ന ഏരിയകളാണ് 560, 80. പക്ഷേ 80 ബ്രേക്ക് ചെയ്ത് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ട് ഇനി നല്ല രീതിയിൽ ഈ വീക്കൊക്കെ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ തന്നെയുണ്ട്. ചിലപ്പോൾ നല്ലൊരു നമുക്ക് മന്തിൻ്റെ വരുമ്പോഴത്തേക്കും പിന്നെ ഇതിലൊന്നും പറയാനൊന്നുമില്ല, പ്രൈസ് താഴേക്ക് വരുമോ എന്നൊന്നും പറയാനില്ല. ബൈ എൻട്രീസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഹൈ ടൈം ഫ്രെയിമിൽ മിനിമം 1 ഹവറിലൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു 50%, 70% പ്രോഫിറ്റ് എടുത്തിട്ട് മിനിമം 25% നിങ്ങൾ ഹോൾഡ് ചെയ്യുക. മിക്കവാറും ഇത് 560 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതൽ. അതേപോലെ നെക്സ്റ്റ് മന്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ലൊരു പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പുൾ ബാക്കിൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും, അതായത് വലിയ വലിയ ആഴ്ചകളിലേക്കോ മാസങ്ങളിലേക്കൊക്കെ സിങ് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ചെറുത്, ഇപ്പോൾ ആദ്യമായിട്ട് സിങ് ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വല്ല 10%, 20% ഒക്കെ നിങ്ങൾ എടുത്ത ട്രേഡിൻ്റെ ബാലൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങളൊരു പോസിറ്റീവ് മൂഡിലായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് പല ട്രേഡുകൾ ഹോൾഡ് ചെയ്യുമ്പോഴും നല്ല പ്രോഫിറ്റ് കാണുമ്പോൾ ഞാനൊരു പോസിറ്റീവ് മൂഡിലായിരിക്കും പിന്നെ ട്രേഡ് എടുക്കുന്നത്. അത് തന്നെ മുന്നോട്ടുള്ള ട്രേഡുകൾക്ക് എനിക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ദോഷമുണ്ടായ സമയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല വലിയ പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ പിന്നെ റിസ്ക് വളരെ കുറച്ചെടുക്കാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാൾ നല്ല ട്രേഡ് വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരേ റിസ്കിൽ തന്നെ, അത് ബിഗിനിങ് ലെവലാണ്, ഇപ്പോൾ ഒരേ റിസ്കിൽ തന്നെ പോകുന്ന സമയത്ത് നല്ല പ്രോഫിറ്റൊക്കെ എടുക്കുന്ന ട്രേഡുകളിൽ നിന്ന് നെക്സ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ ഇച്ചിരിയും കൂടി നല്ല കൺഫർമേഷനൊക്കെ നോക്കിയിട്ടായിരിക്കും ട്രേഡിൽ കയറുന്നത്. അപ്പോൾ സെയിം റിസ്ക് തന്നെ നമ്മൾ വെക്കുമ്പോൾ വലിയ വലിയ പ്രോഫിറ്റൊക്കെ കിട്ടാറുണ്ട്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ, അതിന് മുമ്പത്തെ മാസങ്ങളൊക്കെ ഹെവി പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ലോണം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോഫിറ്റാണ്. അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലവാക്കാനുള്ള കാര്യങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കുറച്ച് ആളായിട്ട് നമ്മുടെ ഓൺലൈനൊന്നും വലിയ ലൈവൊന്നും കാണാത്തത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ്ബുക്കും വാട്സാപ്പും നോക്കണതിൻ്റെ 100 ഇരട്ടി ഞാൻ നോക്കുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് വ്യൂ. അതിലെന്താണ് നടക്കുന്നത്? ട്രേഡ് എടുക്കാനുള്ള മെറ്റാ ട്രേഡ് 4 5 എടുക്കുന്നതിലല്ല, ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് എന്താണ് പ്രൈസ്, എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അത് കണ്ടു കഴിയുമ്പോൾ വളരെ സന്തോഷമാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത, ടെക്നിക്കൽ പരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമാണ്. ചിലപ്പോൾ നമ്മൾ ആ എൻട്രിയിലൊന്നും ഉണ്ടാകില്ല, പക്ഷേ നമ്മളുടെ അനാലിസിസ് കറക്റ്റായിട്ട് വരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യും. നമുക്ക് ഏറ്റവും നല്ല എൻട്രി അതിൽ പ്ലേസ് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം. മന്തിലേക്ക് നല്ലൊരു ബുള്ളിഷിൽ നിൽക്കുകയാണ്. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് നല്ല ബുള്ളിഷിൽ ഹൈയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു റീസൺസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ദിവസങ്ങളിൽ വരുന്ന ക്യാൻഡിൽസ് നോക്കിയിട്ട് വേണം എപ്പോഴാണ് പുൾ ബാക്ക് എടുക്കുന്നത്. അത് ഞാൻ നമ്മുടെ ഒരു നല്ലൊരു പുൾ ബാക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിലിട്ടോളാം, നമ്മുടെ ഗ്രൂപ്പിലിട്ടോളാം, മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലിട്ടോളാം. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഓൾറെഡി തന്നെ നല്ലൊരു ബുള്ളിഷിൽ തന്നെ മൂവ് ചെയ്തേനെ, നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റിലാണ് പോകുന്നത്. നമുക്ക് 4 ഹവറിലൊന്നും എൻട്രി ഉണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ 1 ഹവറിലേക്ക് വരാം. 1 ഹവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള എൻട്രികളൊന്നും പ്രൈസ് തന്നില്ലല്ലേ. മൺഡേ, ട്യൂസ്ഡേ ആകെ നമുക്ക് തന്നത്, ട്യൂസ്ഡേയിലൊക്കെ നമുക്ക് ഒരുവിധം നല്ല എൻട്രികളുണ്ടായിരുന്നു. ഈ ഒരു എൻട്രി നല്ല എൻട്രി ആയിരുന്നു, ഈ ബൈ നല്ല എൻട്രി ആയിരുന്നു. മൺഡേക്ക് ഒരുവിധം കഴിഞ്ഞ ആഴ്ച ഒരു റേഞ്ചിൽ തന്നെ നിന്നതുകൊണ്ട് ഈ ആഴ്ച പ്രൈസ് ഒന്ന് മൂവ് ചെയ്തു. പക്ഷേ ഈ ഒരു ബിൽഡപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഓർത്തത് ന്യൂസ് സമയത്ത് പ്രൈസ് താഴേക്ക് വന്നു. പക്ഷേ ഇത് നല്ലൊരു സപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എടുത്ത ആ ഒരു എൻട്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോൾഡിംഗ് ഒക്കെ ഇനിയും മൂവ് ചെയ്യുകയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ ഹോൾഡ് ചെയ്തില്ല. ഒരു ചെറിയൊരു അക്കൗണ്ടിൽ ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും ഹോൾഡിങ് തന്നെ നിൽക്കുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒരു അക്കൗണ്ടാണ്, പക്ഷേ അത് ഒരു വലിയ അക്കൗണ്ടാക്കി മാറാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ
അത് മൂവിങ് തന്നെ നിൽക്കുകയാണ്. ബാക്കി നമ്മൾ വീക്കിലി പ്രോഫിറ്റ് എടുക്കുന്ന എല്ലാ അക്കൗണ്ടും നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഫിറ്റിലായിരുന്നു ഈ ആഴ്ച. അപ്പോൾ നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മിനിറ്റിൽ പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ 50 മിനിറ്റിലൊന്നും കിട്ടിയില്ല ട്രേഡുകൾ. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ കിട്ടിയത് നല്ലോണം എൻഗേജ് ചെയ്യും. അപ്പോൾ നിങ്ങൾ സെല്ലും കാര്യങ്ങളും നോക്കാതെ, സെല്ലൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ പുൾ ബാക്ക് എടുക്കുമ്പോഴും ടാർജറ്റുകൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നല്ല ബുള്ളിഷിലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ എൻട്രികളൊക്കെ എടുക്കുകയും ഹോൾഡ് ചെയ്യാനും പറ്റുന്ന എൻട്രികളായിരുന്നു. നല്ല നല്ല എൻട്രികളാണ്. ഇപ്പോഴും 50 മിനിറ്റിൻ്റെ ഒരു ഡിസിഷൻ ഓബിൽ നയിക്കണം. അപ്പോൾ മൺഡേ പ്രൈസ് ചിലപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാം, വീണ്ടും ലോ വേണമെങ്കിൽ എടുത്തിട്ട് മൂവ് ചെയ്യാം. ബുള്ളിഷിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത തന്നെ കൂടുതൽ. അപ്പോൾ നല്ല നല്ല ബൈ എൻട്രീസുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കുക. അതേപോലെ പിന്നെ 50 മിനിറ്റിലേക്ക് ഇങ്ങനെ ഒന്നും എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇമ്പൾസ് ആൻഡ് കറക്ഷൻ നമ്മൾ പഠിച്ചില്ലേ, ആ ഒരു സെറ്റപ്പേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ലോ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കറക്ഷൻ ക്യാൻഡിൽ നോക്കിയിട്ട് ഇവിടുന്ന് ബൈ ചെയ്യുക, ഇതിൻ്റെ താഴെ SL വെക്കുക, പ്രീവിയസ് ഹൈ ടാർജറ്റ് വെക്കുക, പ്രൈസ് അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യുക. അത് ആ രീതിയിൽ നമുക്ക് നല്ല ഇൻഎഫിഷ്യൻസിയിൽ എന്ന് പറയാം. പ്രൈസ് താഴേക്ക് വരുന്നില്ല, ഒരു ഐഡിയയും എടുക്കുന്നില്ല. അപ്പോൾ ആ ഈ രീതിയിൽ ഇമ്പൾസ് ആൻഡ് കറക്ഷൻ മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് 50 മിനിറ്റിലോ 5 മിനിറ്റിലൊക്കെ പോയി എടുക്കുക. റിസ്ക് ഉണ്ട്, പക്ഷേ ഇങ്ങനെ നല്ല രീതിയിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രേഡ്സുകൾ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ GBP/USD വരാം. GBP/USD ആണെങ്കിൽ കഴിഞ്ഞ ആഴ്ച 4 ഹവറിൻ്റെയൊക്കെ കുറച്ചധികം എൻട്രീസ് ഉണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി എടുത്ത എൻട്രികളാണ്. നമുക്ക് മന്തിലേക്ക് വരാം. മന്തിൽ എന്താണ് GBP/USD മൂവ് ചെയ്തതെന്ന് നോക്കാം. മന്തിൽ ഓൾറെഡി ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ്. ബുള്ളിഷോ അല്ല, ബിയറിഷോ അല്ല, ഒരു ഡോജി പോലെ ഇരിക്കണം. ചെറിയൊരു ബിയറിഷ് കാണുന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി ആ ഒരു മൂവ്മെൻറ്റിൽ തന്നെ ആയിരിക്കണം. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിൽ എന്താണ്, വീക്കിൽ 3 ആഴ്ചയായിട്ട് പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡേയിലേക്ക് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷിൽ പോയിട്ട് ഒരു പുൾ ബാക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരുമ്പോഴും അതേ മൂവ്മെൻറ്റിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. നമുക്ക് 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇപ്പോൾ ഓൾറെഡി 4 ഹവറിൻ്റെ റോഡ് എന്നാൽ ഡെയിലി ബുള്ളിഷ് അല്ലേ. ആ ഡെയിലി ബുള്ളിഷ് നമ്മുടെ 4 ഹവറിൽ നമുക്ക് ചേഞ്ച് ഓഫ് കയറ്റ് തന്നിട്ടില്ലേ, ബുള്ളിഷ് ചേഞ്ച് ഓഫ് ഓക്കെ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഹൈ ടൈം ഫ്രെയിം ഡേ 4 ഹവറിലൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സെല്ലും ബൈയും എടുത്തോളാം. കറൻസികൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക. അത്രയും ബുള്ളിഷിലോ അത്രയും നല്ല ബിയർഷിൽ പോകണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നോക്കിയാൽ മതി. പക്ഷേ നല്ല എഫിഷ്യൻസിയിലാണ് പ്രൈസ് താഴേക്ക് ഇപ്പോൾ വരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെല്ല് നോക്കാം. ആദ്യം ഒരു സെല്ലെടുത്ത് ഒരു ടാർജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റ് ചെയ്ത് വീണ്ടും ഹൈവിലേക്ക് വന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിന്ന് സെല്ല് നോക്കാവുന്നതാണ്. ഇത് നോക്കിയേ, നമുക്ക് പ്രൈസ് ബിയർലിഷ് ചേഞ്ച് ഓഫ് കയറ്റ് എന്നപ്പോൾ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ആദ്യം ബുള്ളിഷ് ഓർഡർ ഫ്ലോ ചെയ്യുന്ന പ്രൈസ് മൂവ് ചെയ്തു, അതിനുശേഷം ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നതാണ് പ്രൈസ് മൂവ് ചെയ്തത്. നല്ല മൂവ്മെൻറ്റ് കിട്ടിയില്ലേ. നല്ല മൂവ്മെൻറ്റുള്ള ഒരാഴ്ച തന്നെയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല നല്ല എൻട്രികൾ. ഈ എൻട്രി നല്ലതായിരുന്നു, ഈ എൻട്രി നല്ലതായിരുന്നു. 4 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ട് വീണ്ടും ആ ഐഡിയം എടുത്ത ഹൈ യിൽ വന്നു, വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വന്നു, നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്നു. നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കും, ഒന്നും നോക്കണ്ട. അവിടെ എന്നോട് ചോദിക്കുക പോലും ഇല്ല. നിങ്ങൾക്ക് എടുക്കുന്ന കൺഫർമേഷൻ എടുക്കുക. SL അടിക്കണമെങ്കിൽ SL അടിച്ചോട്ടെ, വാലിഡ് എൻട്രി എന്നും പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കുക. അതൊക്കെ വാലിഡ് എൻട്രി, ധൈര്യമായിട്ട് എടുക്കുക. നമുക്ക് നേരെ 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഈ 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ നിന്നാണ് പ്രൈസ് പോയത്. ആദ്യം 4 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ട് പ്രൈസ് ഇറങ്ങി, ടാർജറ്റ് കിട്ടി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് 1 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് പ്രൈസ് ഇറങ്ങി. കണ്ടോ, ധൈര്യമായിട്ട് 1 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. തൊട്ട് മേളിൽ 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ ഉണ്ട്. ഈ എൻട്രി ധൈര്യമായിട്ട് എടുക്കുക. ഈ എൻട്രി ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ് എൻട്രി, ഫോർത്ത് എൻട്രി, ഫിഫ്ത്ത് എൻട്രി, നല്ല നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള നല്ല എൻട്രി. അപ്പോൾ GBP/USD എടുത്ത ഒരുപാട് വ്യക്തികൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരാഴ്ചയാണ്. പ്രൈസ് വീണ്ടും ബിയറിഷിലേക്ക് തന്നെ വരാനുള്ള, ബിയറിഷിലേക്ക് ഒരു പുൾ ബാക്കും കൂടി എടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി തന്നെ നിങ്ങൾക്ക് വരുന്ന വീക്കിലും എടുക്കാവുന്നതാണ്. നല്ല നല്ല ട്രേഡ്സുകൾ നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ ഡെയിലേക്ക് തന്നെയാണെങ്കിൽ വേറെ പുൾ ബാക്ക് എടുക്കാനുള്ള റീസണൊന്നും ഇല്ല. ഇവിടെയൊന്നും പ്രൈസ് നല്ല രീതിയിൽ കയറിപ്പോയതുകൊണ്ട് തന്നെ ഇവിടെയൊന്നും ഒരു ലോ കാണുന്നില്ല. അതല്ലെങ്കിൽ അതെടുത്തിട്ട് പ്രൈസ് ഇറങ്ങാമെന്ന് നമുക്ക് പറയാമായിരുന്നു. ഇപ്പോൾ 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തേക്കണം. ഇനി ഇതിൽ നിന്ന് താഴേക്ക് വരാൻ സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഗോൾഡ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്ന ഓൾറെഡി ഡോളറിന് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതുകൊണ്ടും കൂടിയാണ് GBP/USD ഒരു നല്ല രീതിയിൽ പുൾ ബാക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളർ ആണെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ട്രേഡ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ ഹൈ ടൈം ഫ്രെയിമിൻ്റെ 4 ഹവറിൻ്റെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. നമുക്ക് 4 ഹവറിൻ്റെ മന്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മന്ത് ഒരു ബിയറിഷ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണ് അത് ബിയറിഷ് ആകണേന്ന്. നമുക്ക് വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഈ ഹൈ ഒന്നും കൂടി എടുത്തിട്ട് പ്രൈസ് താന്ന്, നമ്മൾ ഈ ഹൈ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുക്കും. എവിടം വരെ എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് ഡേയിലൊരു OB ഉണ്ടായിരുന്നു. ഈ OBയിൽ നിന്ന് പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തായിരുന്നു.
അതിനുശേഷം നമുക്ക് ഈ 4 ഹവറിൻ്റെ ഈ ഓർഡർ ബ്ലോക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ടാർജറ്റിനെ വെക്കുക. ആ ടാർജറ്റൊക്കെ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 10-40 വിപ്പ് 50 വിപ്പ് എന്ന് പറയുന്ന വലിയ മൂവ്മെൻറ്റുകളാണ്. ധൈര്യമായിട്ട് അടിപൊളിയായിട്ട് ട്രേഡ് എടുത്ത് മാറാൻ പറ്റുന്ന മൂവ്മെൻറ്റുകളായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഐഡിയ ഉണ്ട്, 1 ഹവറിൻ്റെ ഐഡിയ ഉണ്ട്, 1 ഹവറിൻ്റെ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ധൈര്യമായിട്ട് ഇതിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അഗെയിൻ ബൈ എടുക്കാവുന്നതാണ്. പിന്നെ 50 മിനിറ്റിൻ്റെയൊക്കെ നോക്കി ട്രേഡ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് യൂറോസ്റ്റിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡേയുടെ ഒരു OBയിൽ നിന്ന് തന്നെ പ്രൈസ് മൂവ് ചെയ്യും. നല്ലൊരു ബിയറിഷിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇപ്പോൾ മന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും വലിയ ഇതൊന്നുമല്ല, ഇൻസൈഡ് ക്യാൻഡിൽ ആണ്. മന്തിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ ചോക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് നോക്കണേണ് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യാൻ. ചോക്ക് തന്നിട്ടുണ്ട്. ചോക്ക് തന്ന സമയത്ത് ഇവിടെ ഹൈയിൽ ഐഡിയ ഒന്നുമില്ല, ഇൻറ്റേർണലാണ് എടുത്തിരിക്കുന്നത്. പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യാം. മന്തിലേക്ക് നമുക്ക് വീക്കിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു OBയിൽ എക്സ്ട്രീമിൽ വന്നിട്ടാണ് പ്രൈസ് നോക്കുന്നത്. ഈ ഒരു എക്സ്ട്രീം നല്ല രീതിയിൽ റിയാക്ഷൻ തരുന്നുണ്ട്. നമുക്ക് ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഡേയുടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ആദ്യം പ്രൈസ് ഇവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ നമ്മുടെ ടാർജറ്റുകളെല്ലാം ഹിറ്റ് ചെയ്തു. ഫസ്റ്റ് ടാർജറ്റ്, സെക്കൻഡ് ടാർജറ്റ്. പിന്നെയും പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് എടുത്തു. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. വീണ്ടും പ്രൈസ് ഈ ലോ ബോഡി ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹൈ നല്ല റിയാക്ഷൻ തരാം, വീണ്ടും പുതിയൊരു ലോ എടുക്കുക. ഇങ്ങനെ പ്രൈസ് ഈ രീതിയിൽ തന്നെ പ്രൈസ് ഇവിടെ നിന്ന് കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, ആ ഹൈനെ ബ്രേക്ക് ചെയ്തു, പിന്നെ ഒരു ലോ ഉണ്ടാക്കി. ഈ ലോ എല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. ഈ ഹൈ ബ്രേക്ക് ചെയ്തു, വീണ്ടും പ്രൈസ് ഒരു ലോ ഉണ്ടാക്കി, ഈ ലോ പ്രൊട്ടക്റ്റഡ് ആണ്, ഹൈ ഉണ്ടാക്കി. ഇങ്ങനെ അതേപോലെ തന്നെ പ്രൈസ് ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ടൈം നല്ലൊരു ട്രേഡ് നോക്കാവുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് അവിടെ ഉള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്നത് കണ്ടോ 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയോ റിയാക്ഷൻ നിങ്ങൾക്ക് തരും. ചിലപ്പോൾ ഒരെണ്ണം SL അടിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് SL അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഇവനൊക്കെ അടിക്കുള്ളൂ. ഫസ്റ്റ് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങൾ കൊണ്ട് ഈ ഹൈ ഒക്കെ കൊണ്ട് ടാർജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നോക്കിയിരിപ്പോൾ അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കലും പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ PNL ബുക്ക് ചെയ്ത് കാണാൻ പറ്റൂല, അല്ലാതെ റണ്ണിങ്ങിൽ പ്രോഫിറ്റ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്ത് തന്നെ ട്രേഡ് എടുക്കുക. അപ്പോൾ 4 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 ഹവറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് 4 ഹവറിൽ ഐഡിയ തന്നിട്ടുണ്ട്. ഇവിടെ വിക്ക് ബ്രേക്കാണ് തന്നിരിക്കുന്നത്, ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് സ്ട്രക്ചർ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ 4 ഹവറിൻ്റെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ വേണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇന്റേണൽ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ലോ ഉണ്ടാക്കി പ്രൈസ് ഈ ലോ ഉണ്ടാക്കിയ സമയത്ത് എക്സ്ട്രീമിൽ വന്ന് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് സെല്ലെടുക്കാം. നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടും കേട്ടോ. 1 ഹവറിൽ ചേഞ്ച് ഓഫ് കേട്ട് തന്നെ 1 ഹവറിൻ്റെ എക്സ്ട്രീമായി ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്തു, ഈ ലോ ഇനി പോയി ബ്രേക്ക് ചെയ്യുക. ഇവിടെയൊക്കെ പ്രൈസ് വിക്ക് ബ്രേക്ക് ആകുന്ന, അതുകൊണ്ട് തന്നെ ഈ ഐഡിയം എടുത്ത് പ്രൈസ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഇങ്ങോട്ട് സെല്ല് നോക്കാവുന്നതാണ്. അതേപോലെ എനിക്ക് ഇവിടെ നിന്ന് വീണ്ടും സെല്ല് നോക്കാവുന്ന പ്രൈസ് ബിയർഷ. എന്നാലും നിങ്ങൾക്ക് ബൈ എൻട്രീസുകളും ധൈര്യമായിട്ട് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇടാം. പിന്നെ നല്ല എൻട്രികൾ നമ്മുടെ ഹൈ ടൈം ഫ്രെയിമിലെ POകളെല്ലാം കറക്റ്റ് സ്ട്രക്ചർ മാപ്പ് എപ്പോഴും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തന്നെ വെക്കുക. ഒരിക്കലും മാർക്ക് ചെയ്യാതിരിക്കുക. അതായത് 50 മിനിറ്റിൽ വരെ മാർക്ക് ചെയ്ത് വെക്കുക. ഹൈ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റേണലൊക്കെ നോക്കി വെക്കുക. അവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏതൊരു POയിൽ നിന്നാണെങ്കിൽ നേരത്തെ തന്നെ മാർക്ക് ചെയ്ത് അത് അടയാളപ്പെടുത്തി അലർട്ടിട്ട് വെക്കുക. ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ ധൈര്യമായിട്ട് ട്രേഡ് എടുക്കുക. അവിടെ നിങ്ങൾ മടിച്ചൊന്നും നിൽക്കേണ്ട, നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ച് തകർത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഓണമൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി വർക്ക് ചെയ്യണം. മാറ്റങ്ങൾ നമ്മുടെ PNL അല്ല ഉണ്ടാകേണ്ടത്, നമ്മുടെ മൈൻഡിലാണ് ഉണ്ടാകേണ്ടത്, നമ്മുടെ എക്സ്പീരിയൻസിലാണ് ഉണ്ടാകേണ്ടത്. അതിനുശേഷമേ നമ്മുടെ PNL പ്രോഫിറ്റ് കാണുള്ളൂ. എല്ലാവരും പ്രോഫിറ്റിലേക്ക് മാത്രമാണ് മാറ്റങ്ങൾ നോക്കുന്നത്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ മൈൻഡ് ചേഞ്ച് ചെയ്യണം, ഈ എക്സ്പീരിയൻസ് എൻകാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി, അത് നിങ്ങളുടെ ഇമോഷൻ കാരണമാണോ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ രീതിയിൽ ട്രേഡ് എടുത്തതാണോ, ശരിയായ ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടായാലും കുഴപ്പമില്ല, അത് വാലിഡ് ട്രേഡാണ്. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കണം നെക്സ്റ്റ് ട്രേഡിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ല നിങ്ങൾ വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റിലെത്തില്ല. നിങ്ങൾ ഒരുപാട് ലോസ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറായി മാറും. അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വീണ്ടും നിങ്ങളുടെ കറക്ഷൻസ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ വലിയൊരു ട്രേഡിങ്ങിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് നെക്സ്റ്റ് വീക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.